ഞാൻ ഈ കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരിടത്ത് പോകാൻ ഒരുങ്ങിയിരുന്നിട്ട് നേരം കുറേ ആയെന്നേ. വീട്ടിലുള്ളതും കൂടെ ഒരുങ്ങി തീരണ്ടേ. ഇപ്പോഴെങ്ങാനും കഴിയുമോ? എല്ലാ വീട്ടിലും പെണ്ണുങ്ങൾ ഒരുങ്ങാൻ താമസം എല്ലാ കെട്ടിയമാർക്കും പാടിയാ. അവനും ഒരുങ്ങി, ഞാനും ഒരുങ്ങി. ഇതേ കാലയില് 7 മല പൂഞ്ചല വെച്ച് കളിക്കുന്നതേ ഉള്ളൂ. ആ ബ്ലാങ്കറ്റ് ചരിച്ചു വെച്ച് തിരിച്ചു വെച്ചില്ല. സന്ധ്യ അതിന് മുമ്പ് ഇറങ്ങാന്ന് പറഞ്ഞല്ലേ? ഞാൻ വന്നപ്പോ പറഞ്ഞല്ലോ പോവാന്ന്. കുളിയും ദേവാലയം കഴിഞ്ഞു. വൃത്തിയൊക്കെ വിളിച്ചത് കുറച്ച് വൃത്തിയൊക്കെ വേണം. വൃത്തിയൊക്കെ കുഴപ്പമില്ല. ജോലി കഴിഞ്ഞ് നിങ്ങൾ പറ, എങ്ങനെ ദേഷ്യം വരായിരിക്കും? നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് മടുത്ത് വന്നിരിക്കുന്നതാ. എന്നാൽ പുറത്ത് പോകാന്ന് പറഞ്ഞു ഒരുങ്ങി. ഞാനും കൊച്ചും ഒരുങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായിരുന്നേ. വീട്ടിലൊരാശാൻ ഒരുങ്ങണ്ടേ? എപ്പോഴും അങ്ങനെ. നമ്മൾ ഒരുങ്ങി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ജസ്റ്റ് മോൻ ഒരുങ്ങുള്ളൂ. ഇനിവേ ഞങ്ങളിപ്പോൾ ഒന്ന് പുറത്ത് പോവുകയാണേ. കൊച്ചിന് അവധിയല്ലേ, എന്നും കൊച്ചു വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. അപ്പോൾ കൊച്ചിനൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് പിന്നെ രാത്രി ആയാലും പുറത്ത് പോകാമെന്ന് വിചാരിച്ചത്. നമ്മൾ പോകുന്നത് നേരെ മെറീന മോളിലോട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെറീന മോളിൽ പോകുന്നതിൻ്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനല്ല, നോക്കാനാണ്. ഇതിപ്പോൾ കണ്ടോ, ഈദിൻ്റെ ഡെക്കറേഷൻസ് കൊടുത്തേക്കുന്നത് എന്ത് രസമുണ്ടല്ലേ. ലൈറ്റ് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയില്ലേ. ഈ കോർണിഷ് റോഡിൽ കൂടെ എപ്പോഴും, അതിപ്പോൾ ഈദാണോ എന്നൊന്നുമില്ല, എല്ലാ സീസണിലും അവരിങ്ങനെ ഈ കോർണിഷ് ഡോറന്ന് ജലദോഷവും കൂടെ ആകട്ടോ, ഒന്ന് ക്ഷമിക്കണേ. ഈ കോർണിഷ് റോഡ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിടും, നല്ല ഭംഗിയല്ലേ. ഈവനിങ്ങിലൊക്കെ ഒരു ഡ്രൈവ് പോകാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഈവനിങ്ങിൽ പുറത്ത് പോകാൻ ഇഷ്ടമാണ്. ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ഉരുട്ടി രണ്ടെണ്ണത്തിനെ കൂട്ടി എടുത്തു കഴിയുമ്പോൾ ഈവനിങ് കഴിഞ്ഞ് നൈറ്റ് ആവുന്നേ. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചോ, രാത്രിയായിപ്പോയി. ഈവനിങ്ങിലായിരുന്നാൽ എന്ത് ഭംഗിയായിരുന്നു, നടക്കുകയായിരുന്നേ. ഇതിനെ കൊണ്ടൊക്കെ പുറത്തിറങ്ങുന്നതിനേക്കാളും ഭേദമുണ്ടല്ലോ വല്ല എരുമയ്ക്ക് മൂക്കയറിടുന്നതാണ്. ഞാൻ എപ്പോഴും ജസ്റ്റിയോട് പറയുവേ, നമുക്ക് ഈ വിൻ്റർ തീരുന്നതിന് മുമ്പ് കോർണിഷ് റോഡിൽ കൂടെ ഒരു വോക്കിന് പോകാം, എന്നിട്ടൊരു കോഫിയൊക്കെ സിപ്പ് ചെയ്ത് അവിടെ ഇരിക്കാം. ആ ബീച്ചിൻ്റെ അവിടേക്ക് ഇരിക്കാൻ നല്ല രസമല്ലേ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഇപ്പം ഈ വിൻ്റർ കഴിഞ്ഞ് സമ്മർ തുടങ്ങാറായി, പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, നോക്കി ഇപ്പോൾ ഈ വിൻ്റർ സീസൺ ആയിട്ട് അവിടെ കുറേ എന്തൊക്കെയോ എക്സിബിഷൻസോ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. നമ്മൾ മെറീനയിൽ പോയത് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധനം നോക്കാനാണ്. ഒരു സാധനമല്ല, കുറച്ച് സാധനങ്ങൾ. നമ്മൾ പോയ ഷോപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചൊക്കെ ആൾക്കാർ പോയിട്ടുണ്ടാവും. പാൽ ഹോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഫർണിച്ചർ ഷോപ്പല്ല, ഒരു ഹോം ഡെക്കറും ഫർണിച്ചറും ഒക്കെ ഉള്ളൊരു ഷോപ്പിലാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ മെറീനയിലെ എന്താ പറയണ്ടേ, നമ്മുടെ ഹോം സെൻറ്റർ എന്ന സ്ഥലമില്ലേ, അവിടെ എൻ്റെ പൊന്നെ ഒരു വലിയൊരു ഫർണിച്ചർ ഷോപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫർണിച്ചർ ഷോപ്പാണ്. ഇപ്പം ഈ ധൃതി പിടിച്ച് പോയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ വീട് മാറുന്നൊന്നുമില്ല, പക്ഷെ നമ്മുടെ ജേണുക്കുട്ടനെ വേറെ മുറിയിലേക്ക് മാറ്റുന്നതിൻ്റെ തുടർ നടപടികൾ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. തുടങ്ങി വെക്കത്തൊക്കെ ഉള്ളൂ, അവരിപ്പോഴും ഞങ്ങളുടെ അടുത്ത് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റിക്ക് ഭയങ്കര നിർബന്ധം, കൊച്ചിൻ്റെ മുറി പിള്ളേരുടെ മുറി പോലെ എന്താ പറയുക ഡെക്കോറൊക്കെ വാങ്ങിച്ച്, കൊച്ചിന് പിള്ളേരുടെ ക്രിബൊക്കെ കട്ടിലൊക്കെ വാങ്ങിച്ച്, ക്രിബല്ല പിള്ളേരുടെ കട്ടിലൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്യണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെ കട്ടിലൊക്കെ ഉള്ളതാണ്. ഇതിപ്പോൾ പിള്ളേരുടെ കട്ടിൽ വാങ്ങിച്ച് ഞാൻ കയറി കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചു മാറുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. കൊച്ചിനോട് പിന്നെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കൊച്ചായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വേറെ വല്ല പിള്ളേരാണെങ്കിൽ എന്താ പറയുക കാറിൻ്റെ ഷേപ്പിലും ഷിപ്പിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ള ബെഡുണ്ട്, അതൊക്കെ വേണമെന്ന് പറയും. പക്ഷേ ജേഡ് പറഞ്ഞത് അവർ ബങ്ക് ബെഡ് വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ബങ്ക് ബെഡൊക്കെ നോക്കുമായിരുന്നേ. ശരിക്കും ഞാൻ ജസ്റ്റോട് പറഞ്ഞു, ആ റൂമിൽ ഓൾറെഡി ഒരു നല്ല കട്ടിൽ കിടപ്പുണ്ട്, ഒരു ക്യൂൻ സൈസ്. അത് കളഞ്ഞിട്ട് കൊണ്ട് അവിടെ ബങ്ക് ബെഡ് ഇട്ട് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ബങ്ക് ബെഡേ കിടക്കുമോ? അബദ്ധമാണ് ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കണ്ടേ അപ്പനും പോരും. കൊച്ചിൻ്റെ ചൈൽഡ്ഹുഡിലോ ഗണ്ണ് നല്ലൊരു ടോയ് അല്ല മോനെ. അത് ചൈൽഡ്ഹുഡിലല്ല, കിഡ്സിന് പ്ലേ ചെയ്യാൻ പറ്റിയൊരു ടോയ് അല്ല എന്ന്. അവർക്ക് ചിലപ്പോൾ ഗണ്ണ് കാണും, പക്ഷെ അപ്പയും അമ്മയും ബിലീവ് ചെയ്യുന്നു കൊച്ചുങ്ങൾക്ക് കളിക്കാൻ പറ്റിയൊരു നല്ല ടോയ് ആണെന്ന് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നില്ല. സോ ഞങ്ങൾ വാങ്ങിച്ചില്ല. കൊച്ചിന് ടോയ്സ്, കാറ് ഒത്തിരി ഇല്ലായിരുന്നോ?
എന്തിനാ ഈ ഗണ്ണൊക്കെ? അതിൻ്റെ ഇടയ്ക്ക് ജേഡുക്കുട്ടനൊരു ഗണ്ണ് കിട്ടി കേട്ടോ. അവൻ്റെ ചെറുപ്പത്തിൽ എന്തുകൊണ്ട് അവന് ഗണ്ണ് വാങ്ങിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ജേഡുവിന് പലതരം ടോയ്സ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഗണ്ണ് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പരിഭവം പറഞ്ഞതാ പുള്ളി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്താ പറയുന്നത്, ജേഡുവിന് കട്ടിലും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് താഴത്തെ ഫ്ലോറിലോട്ട് പോയി കേട്ടോ. ശരിക്കും ഇതായിരുന്നു എൻ്റെ മായിക ലോകം. എൻ്റെ പൊന്നെ നോക്കിയേ നിങ്ങൾ, ഈ ഒരു ഫ്ലവർ കണ്ടോ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? നമ്മുടെ നാട്ടിൽ ഈ ഏപ്രിൽ മാസത്തിൽ പൂക്കുന്ന ഏപ്രിൽ ലില്ലി പോലെ ഇല്ലേ ഇത്? ഏപ്രിൽ ലില്ലി എന്ന് പറഞ്ഞാൽ 2 തരം ഏപ്രിൽ ലില്ലി ഉണ്ട്. ഞങ്ങൾ വേറൊരു സാധനത്തിന് ഔസേപ്പിതാവിൻ്റെ പൂ എന്ന് പറയും. അതല്ല, ഈ ഒരു പൂ ഇങ്ങനെ പൂത്ത് നിന്നിട്ട് ഇത് ഏപ്രിൽ ലില്ലി എന്നാണ് പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ മാത്രം വർഷത്തിൽ ഒന്നേ ഇത് പൂക്കുള്ളൂ. ഒരാഴ്ചയോളം നിൽക്കുമെന്ന് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ മമ്മിയുടെ വീട്ടിലുണ്ടായിരുന്നേ. ശരിക്കും ആ ഒറിജിനൽ ഏപ്രിൽ ലില്ലി വെട്ടി വെച്ചേക്കുന്ന പോലെ തന്നെയല്ലേ? എന്നാ നോക്കി ഈ ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ കിളി മാറിപ്പോയി കേട്ടോ. ഇങ്ങനത്തെ ആക്രി സാധനങ്ങളോട് എനിക്ക് വല്ലാത്ത ക്രേസാണ്. പക്ഷെ ഞാൻ എൻ്റെ കൺട്രോൾസിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ കൂടെ കാണിക്കുന്നത്. എന്തോരോ സാധനങ്ങളല്ലേ. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ നോക്കി ഞങ്ങൾ മനസ്സിൽ ഓരോന്ന് കണ്ടുവച്ചിട്ട് നേരെ നമ്മുടെ കാലിഫോർണിൽ പോയി, മെറീന മോളിലുള്ള. ശരിക്കും പറഞ്ഞാൽ ഒന്നും വാങ്ങിക്കാനില്ലെന്നേ. അതിന് 2 ദിവസം മുമ്പ് ലുലു പോയി നമുക്ക് വേണ്ട ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചാ. എന്നാലും നമുക്ക് ഷോപ്പിംഗ് മോളിൽ പോകുമ്പോൾ കാലിഫോർണിലൊക്കെ കയറിയില്ലേ ഒരു മനസ്സമാധാനക്കേടല്ലേ. അങ്ങനെ കയറുന്നതാണേ. അവിടെ കയറുമ്പോഴാണ് ജസ്റ്റ് അവരുടെ ബേക്കറി സെക്ഷനിൽ പോകും. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ജസ്റ്റിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഒന്നിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, ചിലതിൻ്റെയൊക്കെ പേരറിയാം. പിന്നെ ഈ ഒരു സാധനം ഇവർ ലൈവായിട്ട് കുക്ക് ചെയ്യുന്നത്, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതിന്റെ പേരാണ് സാജ് ചീസ്. ഒട്ടുമിക്ക കാലിഫോർണിൽ ഇത് കിട്ടും കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർ കുക്ക് ചെയ്യുന്നതാണ്. ആ സാജിനകത്ത് മീറ്റ് വെക്കാം, സാത്തർ വെക്കാം, ചീസ് വെക്കാം, അങ്ങനെ പലതും വെച്ച് അവർ ഫ്രഷ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാനാണ് ജസ്റ്റ് മെയിനായിട്ട് അവിടെ പോകുന്നത്. അങ്ങനെ കാലിഫോർണിയ കൂടെ കറങ്ങി നടന്നപ്പം ഞാൻ ഒരാളെ മീറ്റ് ചെയ്തു കേട്ടോ. ഇതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം പറഞ്ഞ് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. എനിക്കൊന്ന് മെറീന എന്നാണ് എൻ്റെ മനസ്സിൽ. അതല്ല തെറ്റാണെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത് എന്നെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. നമ്മൾ ചിലരോടൊക്കെ വർത്താനം പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ഒരു ഫീല് തോന്നത്തില്ലേ? അങ്ങനെ ഒരാൾ എനിക്ക് എന്തോ നേരത്തെ പരിചയമുള്ള, ഭയങ്കര അടുത്തൊരു ബന്ധം കീപ്പ് ചെയ്യുന്ന, അങ്ങനെ നമുക്ക് തോന്നത്തില്ല. അങ്ങനെ ഒരാളായിരുന്നു കേട്ടോ. ശരിക്കും എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾ കുറെ വർത്താനമൊക്കെ പറഞ്ഞു. നാട്ടിൽ എറണാകുളമാണെന്ന് പറഞ്ഞു, ജോലി ചെയ്യുന്ന ഫാബിലാന്ന് പറഞ്ഞു, ഇവിടെ മുറൂറാ താമസിക്കുന്നത്, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് ഞങ്ങൾ കുറെ വർത്താനം പറഞ്ഞു. പക്ഷെ പേര് മാത്രം ചെറുതായിട്ട് ഞാൻ വിട്ടുപോയി, എന്നോട് ക്ഷമിക്കണം. എനിക്ക് അതുകൊണ്ട് കമന്റ് ഇട്ടേക്കണം കേട്ടോ പേര്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഷോപ്പിങ്ങും വർത്താനം ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇതേ നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞ അക്കരെ കാണുന്നില്ലേ, അതാ നമ്മുടെ അബുദാബി. നമ്മളിപ്പോൾ ഇക്കരെ നിൽക്കുവാണ്, തോടിൻ്റെ അക്കരെ ഇക്കരെ നിൽക്കുന്നത് ഒക്കെ പറഞ്ഞ പോലെ കടലിൻ്റെ അക്കരെ ഇക്കരെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതായോണ്ടേ ചെറിയ മടുപ്പുണ്ട്. എന്നിട്ട് ഞാൻ ജസ്റ്റിയോട് പറഞ്ഞ, ജസ്റ്റ് നമുക്ക് കുറച്ചു നേരം കൂടെ കറങ്ങിയിട്ട് പോകാമെന്ന്. ജസ്റ്റിയോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ ആ വഴി കൂടെ ഇറങ്ങി അങ്ങ് നടന്നോളാൻ. ഒട്ടും റൊമാൻറ്റിക് അല്ലെന്നേ ഇങ്ങനൊരു മുരടൻ.